കരൂരിൽ വിജയുടെ റാലിക്കിടെയുണ്ടായ അപകടത്തിൽ മരണം 40ആയി. 100-ലേറെ പേർ ചികിത്സയിൽ തുടരുകയാണ്. ദുരന്തത്തിൽ ജീവൻ പൊലിഞ്ഞവർക്ക് പ്രധാനമന്ത്രി അടിയന്തര സഹായം പ്രഖ്യാപിച്ചു. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 2 ലക്ഷം രൂപയും പരിക്കേറ്റവർക്ക് 50,000 രൂപയും നൽകും. സംഭവത്തിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും അനുശോചനം രേഖപ്പെടുത്തി. സംഭവത്തിൽ വിജയുടെ അടുത്ത അനുയായി ഉൾപ്പെടെ 3 പേർക്കെതിരെ കേസെടുത്തു. അതേസമയം ദുരിതമനുഭവിക്കുന്നവരുടെ കുടുംബങ്ങൾക്ക് ധനസഹായം നൽകി തടി തപ്പാനുള്ള ശ്രമമാണ് വിജയ് നടത്തുന്നത്. അരുൺ ആലത്തൂർ ചേരുന്നു. അരുൺ, ഏറ്റവും പുതിയ വിവരങ്ങൾ. ഏറ്റവും പുതുതായിട്ട് നൽകാൻ കഴിയുന്നത് മരണസംഖ്യ 40ആയി എന്നുള്ള ഒരു ദുഃഖകരമായ കാര്യമാണ്. നേരത്തെ 39 പേരാണ് ഈ അപകടത്തിൽ മരിച്ചിരുന്നത്. ഇപ്പോൾ മരണം 40ആയി മാറിയിരിക്കുന്നു. കവിൻ എന്ന ഒരു 32കാരൻ കൂടെ മരിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. കവിൻ്റെ മൃതദേഹം ഇപ്പോൾ ഈ കരൂരിൽ മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടം നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. ഏതായാലും ഇപ്പോൾ മരണസംഖ്യ ഉയർന്നിരിക്കുന്നു എന്നുള്ള ഒരു ദുഃഖകരമായ കാര്യമാണ്. 40 പേരാണ് ഇപ്പോൾ കരൂരിലെ വിജയിയുടെ റാലിക്കിടെ ഉണ്ടായ പര്യടനത്തിനിടെ ഉണ്ടായ തിക്കിലും തിരക്കിലും പെട്ട് മരിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. ഒപ്പം 40ഓളം ആളുകൾ ചികിത്സയിൽ കഴിയുന്ന ഒരു സാഹചര്യവുമുണ്ട്. ഈ കവിൻ എന്ന യുവാവ് നേരത്തെ അപകടത്തിൽപ്പെട്ട് പരിക്കേറ്റ് ചികിത്സ തേടിയതാണ്. ചികിത്സ തേടി പിന്നീട് കവിനെ ഡിസ്ചാർജ് ചെയ്തു. ആ ഡിസ്ചാർജ് ചെയ്ത കവിൻ പിന്നീട് ഒരു നെഞ്ചുവേദന അനുഭവപ്പെട്ടതോടെ വീണ്ടും ആശുപത്രിയിലേക്ക് എത്തുകയായിരുന്നു. പിന്നീടാണ് ഇപ്പോൾ ആ 32കാരനും ജീവൻ നഷ്ടമായിരിക്കുന്നത് എന്നുള്ളതാണ്. അതേസമയം തന്നെ മറ്റ് ആളുകൾ അവരുടെ ആരോഗ്യനില വലിയ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നുള്ളതാണ് ആശുപത്രി അധികൃതർ അറിയിക്കുന്നത്. എങ്കിലും ഇപ്പോൾ ഈ കവിനെ പോലെ നെഞ്ചുവേദന പെട്ടെന്ന് അനുഭവപ്പെട്ട് ഒരാൾ മരിക്കുന്ന സ്ഥിതി ഉണ്ടായി എന്നുള്ളത് ഒരു ആശങ്ക സൃഷ്ടിക്കുന്ന സാഹചര്യം ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. ഏതായാലും ഈ അപകടത്തിൽ അതിൻ്റെ ഒരു ആക്കം എന്നുള്ളത് അത് വളരെയേറെ ഹൃദയഭേദകമാണ്. ഇപ്പോൾ ആ 32കാരൻ്റെ ബന്ധുക്കളും മറ്റുമാണ് നമ്മൾ കണ്ടത്. അവരൊക്കെ വിങ്ങിപ്പൊട്ടുകയാണ്. കാരണം ഇന്നലെ അവരുടെ വീട്ടിൽ നിന്നും വിജയുടെ ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി വലിയ ആവേശത്തോടു കൂടിയാണ് 32കാരൻ പോയത്. പക്ഷേ പിന്നീട് അവിടെ ഉണ്ടായ വലിയ തിക്കും തിരക്കും അതിലാണ് സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ ഇപ്പോൾ 40 പേർക്ക് ജീവൻ നഷ്ടമായിരിക്കുന്നത് എന്നുള്ളതാണ്. ഒപ്പം തന്നെ ഇപ്പോൾ ഈ അപകടത്തെ തുടർന്ന് ധനസഹായം കൂടെ പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. വിജയ് 20 ലക്ഷം രൂപയാണ് മരിച്ച ആളുകളുടെ കുടുംബങ്ങൾക്ക് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഒപ്പം സംസ്ഥാന സർക്കാർ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 10 ലക്ഷം രൂപ വീതവും ധനസഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട്. പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന ആളുകൾക്ക് വിജയ് 2 ലക്ഷം രൂപയും സംസ്ഥാന സർക്കാർ 1 ലക്ഷം രൂപയും ചികിത്സാ ധനസഹായം പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യമുണ്ട്. അതോടൊപ്പം തന്നെ നിലവിൽ രാഷ്ട്രീയ പ്രത്യാരോപണങ്ങളും ശക്തമാവുന്ന സ്ഥിതിയുണ്ട് എന്നുള്ളതാണ്. കാരണം TVK ഈ അപകടവുമായി ബന്ധപ്പെട്ട് ഇതിലൊരു ഗൂഢാലോചനയുണ്ട്, അതിൽ തങ്ങൾക്ക് വലിയ സംശയമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നു എന്നുള്ളൊരു സാഹചര്യമുണ്ട്. മാത്രമല്ല ഈ റാലിയിലേക്ക് കല്ലേറ് ഉണ്ടായി എന്നും പോലീസ് ലാത്തി വീശിയെന്നൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് TVK കോടതിയെ സമീപിച്ച് അത്തരത്തിലുള്ള നടപടികളിലേക്ക് കടന്നിരിക്കുന്നത് എന്നുള്ളതാണ്. അതേസമയം സംസ്ഥാന സർക്കാർ ആണെങ്കിൽ ജുഡീഷ്യൽ അന്വേഷണവുമായി മുന്നോട്ട് പോകുന്ന സ്ഥിതിയാണ്. BJPയും AIADMKയും ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികളും ഇതിൽ വലിയ വിമർശനം ഉന്നയിച്ചിട്ടുണ്ട്. സർക്കാരും അതുപോലെ തന്നെ TVK എന്ന രാഷ്ട്രീയ പാർട്ടിയും ഒരുപോലെ ഈ അപകടത്തിൻ്റെ ഉത്തരവാദികളാണ് എന്നുള്ളതാണ് BJPയും അതുപോലെ തന്നെ AIADMKയും ഈ വിഷയത്തിൽ പ്രതികരിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. ശരി അരുൺ. വിജയുടെ റാലിക്കിടെ ഉണ്ടായ ദുരന്തത്തിൽ മരണസംഖ്യ ഉയരുകയാണ്. 40ആയിരിക്കുന്നു മരണസംഖ്യ. 111ഓളം പേർ ഇപ്പോഴും ചികിത്സയിലാണ്. ഇതിൽ പലരുടെയും നില ഗുരുതരമാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. അരുൺ ആലത്തൂരാണ് തത്സമയ വിവരങ്ങൾ നൽകിയത്.